ലാവ്ലിൻ ആരോപണത്തിൽ സുധീരന്റെ തുറന്ന കത്തിന് പിണറായി വിജയന്റെ മറുപടി. വിശദമായ വാദം കേട്ടതിന് ശേഷമാണ് കേസിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയത്. കുറ്റാരോപിതർക്കെതിരെ തെളിവില്ല എന്നതുകൊണ്ടാണ് കേസ് റദ്ദാക്കിയതെന്നും പിണറായി പറഞ്ഞു. നവകേരള മാർച്ചിനോടനുബന്ധിച്ച് എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പിണറായിയുടെ മറുപടി. സുധീരൻ ആദർശധീരതയുടെ മുഖംമൂടി അണിയുകയാണെന്ന് പിണറായി പറഞ്ഞു. ഹിറ്റ്സു മധു എന്ന അബ്കാരി മുതലാളിയുടെ കാർ വർഷങ്ങളോളം ഉപയോഗിച്ചയാളാണ് സുധീരൻ. പുഷ്കരൻ, പൊറ്റക്കാട് ഓമന, എലൈറ്റ് ഗ്രൂപ്പ് തുടങ്ങി ഒട്ടേറെ അബ്കാരികൾക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ് സുധീരനെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊന്നും താനോ തൻ്റെ പാർട്ടിയോ പറയാത്തത് മാന്യത കൊണ്ടാണെന്നും പിണറായി പറഞ്ഞു. ഏതോ ഒരു ഹിറ്റ്സ് മധു, ആ മധുവിൻ്റെ കാറായിരുന്നു സുധീരൻ ഉപയോഗിച്ചിരുന്നത്. ഹിറ്റ്സ് മധു എന്ന് പറയുന്നയാൾ വലിയ തോതിലുള്ള അബ്കാരിയാണ്. പിന്നെ പൊറ്റക്കാട്ട് ഓമന, സുധീരൻ അറിയാത്ത പേരാണ്. ഒറ്റക്കാട്ട് ഓമന എന്ന് വെച്ചാൽ ഓമന എന്ന് പറയുന്ന സ്ത്രീയാണെന്ന് ധരിക്കട്ടെ, അത് സുരേഷാണ്. അതായത് സുധീരനെ പറ്റി ധീര വീര എന്നൊക്കെ വിളിക്കുമ്പോൾ, ഓമനപുത്ര എന്നെല്ലാം വിളിക്കുമ്പോൾ തിരിച്ച് വിളിച്ചിരുന്നത് പിന്നെ ഒറ്റക്കാട്ട് ഓമനയുടെ ഓമനപുത്ര എന്നാ പോലും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ലാവ്ലിൻ കേസ് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത്. CBI പ്രോസിക്യൂഷനായ കേസിൽ സംസ്ഥാനം അപ്പീൽ പോയത് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പിണറായി ചോദിച്ചു. വിശദമായ വാദങ്ങൾ കേട്ട ശേഷം കോടതി പൂർണ്ണമായും തള്ളിയ കേസാണിത്. കുറ്റം ആരോപിക്കാൻ പോലും പാടില്ലെന്നായിരുന്നു കോടതി കണ്ടെത്തിയത്. സ്വകാര്യമായിട്ട് ഒരു വിധി ഉണ്ടായതല്ല. ആ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ വാദവും പ്രതിവാദവും നടന്നു. അങ്ങനെ വിശദമായ വാദങ്ങൾക്ക് ശേഷം കോടതി ഈ ആരോപിക്കപ്പെട്ട കാര്യത്തിൽ യാതൊരു കഴമ്പുമില്ല എന്ന് കണ്ടെത്തി. അത്തരമൊരു കേസേ നിലവിലില്ലാത്ത അവസ്ഥയിൽ കുറ്റപത്രം തന്നെ റദ്ദ് ചെയ്യുന്നു. കോടതിയുടെ പരിശോധനയുടെ ഭാഗമായി ഇത്തരമൊരു കുറ്റം ഞങ്ങളിൽ ആരോപിക്കാൻ പാടില്ല എന്നാണ് കോടതിയുടെ നിലപാട്. അതായത് ഒരു പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെടുന്നതും ഇദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റം ആരോപിക്കാൻ പാടില്ല എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ലാവ്ലിൻ കേസ് ഉയർന്നു വന്നത്. മറ്റൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ CBIക്ക് കൈമാറി. വിഷയം വീണ്ടും ഉന്നയിക്കുന്നതിന് പിന്നിലും രാഷ്ട്രീയമാണ്. കേസിലെ നിയമപ്രശ്നങ്ങൾ നിയമപരമായി തന്നെ നേരിടുമെന്നും പിണറായി പറഞ്ഞു. സാലി മുഹമ്മദ്, കൊച്ചി. സോളാർ ബാർ കേസുകളിൽ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. സരിത കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയാൽ പരസ്യപ്രതികരണം നടത്താൻ ഒരുങ്ങുകയാണ് ഒരു വിഭാഗം നേതാക്കൾ. സാഹചര്യങ്ങൾ നിരീക്ഷിച്ച് നേതൃമാറ്റം ആവശ്യപ്പെടാൻ ഐ ഗ്രൂപ്പിലും ആലോചനയുണ്ട്. ചൊവ്വാഴ്ച കേരളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിയെ പ്രതിസന്ധി ബോധ്യപ്പെടുത്താനും ഒരു വിഭാഗം നേതാക്കൾ തയ്യാറെടുക്കുകയാണ്. സോളാർ കേസിലെ പുതിയ വെളിപ്പെടുത്തലുകൾ ഗൗരവതരമാണെന്ന നിലപാടിലാണ് ഒരു വിഭാഗം ഐ ഗ്രൂപ്പ് നേതാക്കളും സുധീരൻ അനുകൂലികളും. ചൊവ്വാഴ്ച കേരളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിയെ ഇക്കാര്യം നേരിട്ടറിയിക്കും. ഹൈക്കമാൻഡ് നിർദ്ദേശമുള്ളതിനാലാണ് പരസ്യപ്രതികരണത്തിന് പലരും മുതിരാത്തത്. എന്നാൽ സോളാർ കേസിൽ സരിതയുടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ പരസ്യപ്രതികരണത്തിനും ഇവർക്കിടയിൽ ധാരണയുണ്ട്. സുധീരന്റെ യാത്രയുടെ സമാപന ചടങ്ങിനായാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുന്നത്. രാഹുലിന്റെ സാന്നിധ്യത്തിൽ KPCC യോഗവും ചേരുന്നുണ്ട്. ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുന്നതിൽ നിന്ന് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ ഗ്രൂപ്പ് ഭേദമന്യേ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ചാരക്കേസിൽ കരുണാകരനെ വിമർശിച്ചിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും നേതാക്കൾ അസംതൃപ്തരാണ്. മുഖ്യമന്ത്രിയുടെ വിശദീകരണം വേദനയുണ്ടാക്കുന്നതാണെന്ന് കരുണാകരനോട് അടുപ്പമുണ്ടായിരുന്ന മുതിർന്ന നേതാക്കൾ പറയുന്നു. സരിതയുടെ വെളിപ്പെടുത്തലുകൾ നിരീക്ഷിച്ച് നേതൃമാറ്റം ആവശ്യപ്പെടാനും ഐ ഗ്രൂപ്പ് ഒരുങ്ങുകയാണ്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജുഡീഷ്യറിയെയും ന്യായാധിപന്മാരെയും വിമർശിച്ച കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം. ജുഡീഷ്യറി വിമർശനങ്ങൾക്ക് അതീതമല്ലെന്ന് വീക്ഷണത്തിൽ വിമർശനം. ജുഡീഷ്യൽ സമ്പ്രദായം ശുദ്ധമാണെന്നും ന്യായാധിപന്മാരെല്ലാം വിശുദ്ധ പശുക്കളാണെന്നും കരുതുന്നില്ലെന്നും വീക്ഷണം മുഖപ്രസംഗത്തിൽ പറയുന്നു. മന്ത്രി KC ജോസഫിനെതിരായ ഹൈക്കോടതി നടപടിക്ക് പിന്നാലെയാണ് വീക്ഷണത്തിന്റെ മുഖപ്രസംഗം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മന്ത്രി KC ജോസഫിനുമെതിരെ കോടതികളിൽ നിന്നുണ്ടായ ഉത്തരവുകളുടെയും പരാമർശങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ജുഡീഷ്യറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിന്റെ മുഖപ്രസംഗം. ലെജിസ്ലേറ്റീവിനെയും എക്സിക്യൂട്ടീവിനെയും വിമർശന വിധേയമാക്കാമെങ്കിൽ എന്തുകൊണ്ട് ജുഡീഷ്യറിയെ മാത്രം മാറ്റി നിർത്തണമെന്ന ചോദ്യത്തോടെയാണ് മുഖപ്രസംഗം ആരംഭിക്കുന്നത്. കേസിലെ വിധിന്യായം സംബന്ധിച്ച വിമർശനത്തെക്കാൾ ന്യായാധിപന്മാർ നടത്തുന്ന നിരീക്ഷണങ്ങളും അഭിപ്രായ പ്രകടനങ്ങളുമാണ് ഇന്ന് വിവാദമാകുന്നത്. ജഡ്ജിമാരടക്കമുള്ളവർ അന്തസ്സായി പെരുമാറിയില്ലെങ്കിൽ ജനങ്ങൾക്ക് ജഡ്ജിമാരെ വിമർശിക്കാവുന്നതാണ്. ജനങ്ങളോടുള്ള ബാധ്യത മനസ്സിലാക്കി ചുമതലകൾ നീതിപൂർവ്വം നിർവഹിക്കാൻ ജഡ്ജിമാർ തയ്യാറാവണമെന്ന് വീക്ഷണം പറയുന്നു. ജുഡീഷ്യറിയും ജഡ്ജിമാരും പരിപൂർണമായും ശുദ്ധരാണെന്ന് ആരും കരുതുന്നില്ല. സമൂഹത്തെ ബാധിച്ച മൂല്യച്യുതിയിൽ നിന്ന് നിയമലോകവും മുക്തമല്ല. സീസർ മാത്രമല്ല, സീസറിന്റെ ഭാര്യയും സംശയാതീതയായിരിക്കണമെന്ന തത്വം ജനങ്ങൾക്ക് മാത്രമല്ല കോടതികൾക്കും ബാധകമാണെന്നും വീക്ഷണം മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
13ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് ഗവർണർ പി സദാശിവത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നാളെ തുടക്കമാകും. ആകെ 14 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ അവസാന ബജറ്റും അവതരിപ്പിക്കും. അതേസമയം സോളാർ ബാർകോഴ വിഷയങ്ങളിലുള്ള ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്താൽ സഭ പ്രക്ഷുബ്ധമാകും. 13ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിനാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമാകുന്നത്. രാവിലെ 9 മണിക്കാണ് ഗവർണർ പി സദാശിവം നയപ്രഖ്യാപന പ്രസംഗം നടത്തുക. ഫെബ്രുവരി 5 മുതൽ 25 വരെ ആകെ 14 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. പ്രധാനമായും ബഡ്ജറ്റ് അവതരണവും വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കലുമാണ് സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട. ഫെബ്രുവരി 8-ന് അന്തരിച്ച മുൻ സ്പീക്കർ AC ജോസിന് ആദരാഞ്ജലി അർപ്പിക്കും. ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച ആരംഭിക്കുന്നത് 9-നാണ്. ഫെബ്രുവരി 12-ന് ബജറ്റ് അവതരണം നടക്കും. തുടർന്ന് ബജറ്റിന്മേൽ ചർച്ചയുമുണ്ടാകും. 13ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനമായതിനാൽ ബജറ്റ് അവതരണത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്താനൊരുങ്ങുകയാണ് ധനമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടി. പക്ഷേ സഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം മുതൽക്കേ ശക്തമായ പ്രക്ഷോഭം സഭയ്ക്കകത്തും പുറത്തും സംഘടിപ്പിക്കാൻ LDF തയ്യാറെടുക്കുന്നു. സോളാർ കേസിലെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിലെത്തുമ്പോൾ സഭ പ്രക്ഷുബ്ധമാകും. ബാർക്കോഴയിൽ ആരോപണ വിധേയരായ മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയുടെയും VS ശിവകുമാറിൻ്റെയും രാജിയും പ്രതിപക്ഷത്തിൻ്റെ മറ്റൊരായുധമാണ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗ ദിനത്തിൽ തന്നെ സഭയിൽ പ്രക്ഷുബ്ധ രംഗങ്ങൾ അരങ്ങേറുമെന്നത് പറയാതെ വയ്യ. സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുമ്പോൾ അതിനെ ഏത് രീതിയിൽ ഭരണപക്ഷം പ്രതിരോധിക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ അവസാന സഭാ സമ്മേളനമാണ് ഇക്കുറി നടക്കുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ സഭ പ്രക്ഷുബ്ധമാകും എന്നതിൽ തർക്കമില്ല. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം സുനിൽ അരിമാനൂർ. അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നസീം സെയ്ദി ചർച്ച നടത്തി. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസത്തിൽ വേണമെന്നും വോട്ടർ പട്ടികയിൽ വിജ്ഞാപന തീയതി വരെ പേര് ചേർക്കാൻ അനുവദിക്കണമെന്നും CPIM-ഉം കോൺഗ്രസും കമ്മീഷൻ മുമ്പാകെ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് കേന്ദ്രസേന വേണമെന്ന് കോൺഗ്രസ് ആവശ്യമുന്നയിച്ചു. ഉയർന്ന ഉദ്യോഗസ്ഥരുമായും കമ്മീഷൻ ചർച്ച നടത്തി. അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായുള്ള ചർച്ചയ്ക്കാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നസീം സെയ്ദിയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം കേരളത്തിലെത്തിയത്. ഏപ്രിൽ ആദ്യവാരമോ ഏപ്രിൽ അവസാനത്തോടു കൂടിയോ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് CPIM ആവശ്യപ്പെട്ടു. ഇപ്പോൾ നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം 2015 ജനുവരി 1-ാം തീയതി 18 വയസ്സ് പൂർത്തിയായവർക്കാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള അവകാശമുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന തീയതി വരെ നീട്ടണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കേരളത്തിൽ പല സ്ഥലത്തും ബൾക്കായിട്ട് വോട്ടർമാരെ നീക്കം ചെയ്യും. ഭരണ സ്വാധീനം ഉപയോഗിച്ച് കൂട്ടായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ആളുകളെ നീക്കം ചെയ്യുന്നത് തെറ്റാണ്. ഇതിലിടപെടണം എന്നുള്ളത് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് കേന്ദ്രസേനയെ വിളിക്കണമെന്നും തെരഞ്ഞെടുപ്പ് ഒറ്റ ദിവസമായി നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വോട്ടർമാർക്ക് സ്ലിപ്പ് BLOമാർ വഴി വിതരണം ചെയ്യിപ്പിക്കരുതെന്നും തമ്പാനൂർ രവി കമ്മീഷന് മുന്നിൽ ആവശ്യമുന്നയിച്ചു. എല്ലാ തെരഞ്ഞെടുപ്പ് വെളിയിൽ നിന്ന് ഫോഴ്സ് വരാറുണ്ട്. എങ്കിലും അക്രമം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സ്ഥിരം പ്രശ്നമുണ്ടാകുന്ന ചില ജില്ലകളില്ലേ, ചില ബൂത്തുകൾ, ചില പ്രദേശങ്ങളില്ലേ. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ സെൻട്രൽ ഫോഴ്സോ അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ഫോഴ്സോ വന്നാൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് ഇലക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് അത്തരത്തിൽ സജഷൻ മുമ്പോട്ട്. വിശ്വാസം, പൂർണ്ണ വിശ്വാസം അവരെ കൊണ്ട് മാത്രം പറ്റില്ലല്ലോ, എല്ലാ ഇലക്ഷനും ഉള്ളതാണല്ലോ. 2011 മുതൽ 14 വരെയുള്ള സെൻസസ് കണക്കിനേക്കാൾ കൂടുതൽ വോട്ടർമാർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതിൽ അപാകതയുണ്ടെന്ന് BJPയുടെ പ്രതിനിധി JR പത്മകുമാർ കമ്മീഷനെ അറിയിച്ചു. രാഷ്ട്രീയ പ്രതിനിധികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർമാരും ജില്ലാ പോലീസ് സൂപ്രണ്ടുമാരുമായുള്ള ചർച്ചയും കമ്മീഷൻ നടത്തി. ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറിമാർ, DGP, മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥരുമായുള്ള കമ്മീഷന്റെ ചർച്ച ഉച്ചയ്ക്ക് ശേഷം നടക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കൂടാതെ AK ജ്യോതി, ഓംപ്രകാശ് റാവത്ത്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ EK മാജി എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. S ജീവൻകുമാർ, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുൻനിര നേതാക്കൾ മത്സരിക്കും. ഇത്തവണ മത്സരിക്കുന്നത് ജയിക്കാനും ഭരിക്കാനുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. BJPയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം ഒരാഴ്ചയ്ക്കകം പുറത്തുവരുമെന്നും കുമ്മനം തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം കൊച്ചിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് BJP അഖിലേന്ത്യാ പ്രസിഡന്റ് അമിത്ഷായുടെ അധ്യക്ഷതയിൽ ആലുവയിൽ കോർ കമ്മിറ്റി യോഗം ചേർന്നത്. തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റിൽ BJP മത്സരിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ പ്രാഥമിക ധാരണയായി. മുൻനിര നേതാക്കൾ മത്സരിക്കണമെന്ന് അമിത്ഷാ നിർദ്ദേശിച്ചു. ഇതേ തുടർന്ന് നേമത്ത് കുമ്മനം രാജശേഖരനും കാട്ടാക്കടയിൽ PK കൃഷ്ണദാസും കഴക്കൂട്ടത്ത് V മുരളീധരനും മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനും പാലക്കാട് ശോഭാ സുരേന്ദ്രനും മത്സരിക്കാൻ ഏകദേശ ധാരണയായി. അതേസമയം O രാജഗോപാൽ എവിടെ മത്സരിക്കണമെന്ന കാര്യത്തിൽ പാർട്ടി പിന്നീട് തീരുമാനമെടുക്കും. എന്നാൽ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള
മത്സരിക്കുന്നില്ലെന്നാണ് സൂചന. BJPയുടെ നയപരിപാടികൾ അംഗീകരിക്കുന്ന ആർക്കും പാർട്ടിയിലേക്ക് വരാമെന്ന് കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഇത്തവണ മത്സരിക്കുന്നത് ജയിക്കാനും ഭരിക്കാനുമാണ്. അല്ല, അത് ആര് എന്നുള്ളതൊന്നും പറയാറായിട്ടില്ല. പ്രമുഖരായ നിരവധി ആളുകൾ മത്സരിക്കും. കേരളത്തിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി JP നഡ്ഡ, കേന്ദ്രമന്ത്രിമാരായ പ്രകാശ് ജാവ്ദേക്കർ, പൊൻ രാധാകൃഷ്ണൻ, BJP സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവരും കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു. കേരളത്തിന്റെ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം BJP തമിഴ്നാട് കോർ കമ്മിറ്റി യോഗവും ചേർന്നു. KM ഉമേഷ്, കൊച്ചി. എന്നെ കരീം അന്തരിച്ചു. 90 വയസ്സായിരുന്നു. തിരുവനന്തപുരത്ത് പേരൂർക്കടയിലെ വസതിയിലായിരുന്നു അന്ത്യം. കേരള സർവകലാശാല മുൻ PVC ആയിരുന്നു. PSC വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് സുപ്രീം കോടതി. വിവരാവകാശത്തിന് കീഴിൽ ഉൾപ്പെടുത്തിയതിനെതിരെ PSC സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. ഉത്തരപേപ്പർ പരിശോധിക്കുന്നവരുടെ വിവരങ്ങൾ മാത്രം PSC നൽകേണ്ടതില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. PSCയെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയ 2011 കേരള ഹൈക്കോടതി വിധിക്കെതിരെ PSC സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. 2011 കേരള ഹൈക്കോടതി വിധി അംഗീകരിച്ച സുപ്രീം കോടതി PSCയുടെ നടപടികളുടെ വിശ്വാസ്യതയും സുതാര്യതയും വർദ്ധിപ്പിക്കാൻ വിവരാവകാശ നിയമം ഉപകരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി. തുടർന്ന് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി ജസ്റ്റിസ് MY ഇക്ബാൽ, അരുൺ മിശ്ര എന്നിവരുടെ ബെഞ്ച് വിധിന്യായം പുറപ്പെടുവിച്ചു. ഉത്തരക്കടലാസ് പരിശോധിക്കുന്നവരുടെ പേരുവിവരങ്ങൾ മാത്രം PSC നൽകേണ്ടതില്ലെന്നും വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഭരണഘടനാ സ്ഥാപനമായ PSC വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നും പരീക്ഷകളുടെ രഹസ്യ സ്വഭാവം നഷ്ടമാകുമെന്നുമുള്ള വാദങ്ങൾ സുപ്രീം കോടതി തള്ളി. ഉദ്യോഗാർത്ഥികൾ സ്വയം വിലയിരുത്താൻ ഉത്തരക്കടലാസുകൾ ചോദിക്കുകയാണെങ്കിൽ PSC നൽകണമെന്ന് 2011 ഹൈക്കോടതി വിധിച്ചിരുന്നു. ഇതും സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആദർശ് ഫ്ളാറ്റ് അഴിമതി കേസിൽ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി. മഹാരാഷ്ട്ര ഗവർണറാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി M സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, വിശദാംശങ്ങൾ. സൗമ്യ, ആദർശ് ഫ്ളാറ്റ് കുംഭകോണ കേസിൽ കോൺഗ്രസിനും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചവാനും കനത്ത തിരിച്ചടിയാണ്. കേസിൽ അശോക് ചവാനെ വിചാരണ ചെയ്യാൻ ഗവർണർ വിദ്യാസാഗർ റാവു CBIക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. ഈ കേസിൽ മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചവാനെ വിചാരണ ചെയ്യാൻ അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CRPC നിയമം 197 പ്രകാരം CBI ഗവർണറെ സമീപിച്ചിരുന്നു. ഈ അപേക്ഷ പ്രകാരമാണ് മന്ത്രിമാരുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം അശോക് ചവാനെ ഇപ്പോൾ വിചാരണ ചെയ്യാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. 2012 ജൂലൈ മാസം മുതൽ CBI അന്വേഷിക്കുന്ന ഈ കേസിൽ 13 പ്രതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഒരാളാണ് അശോക് ചവാൻ. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ വിധവകൾക്കായി നിർമ്മിച്ച ഫ്ളാറ്റുകൾ കുടുംബാംഗങ്ങൾക്ക് നൽകി എന്നാണ് അശോക് ചവാന് എതിരായ ആരോപണം. സൗമ്യ. M സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം വെട്ടിച്ചുരുക്കേണ്ട കാര്യമില്ലെന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനം. സമ്മേളനം ഈ മാസം 23 മുതൽ മാർച്ച് 16 വരെ ചേരും. ഫെബ്രുവരി 25-ന് റെയിൽവേ ബജറ്റും 29-ന് പൊതു ബജറ്റും അവതരിപ്പിക്കും. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പാർലമെന്ററി കാര്യങ്ങൾക്കായുള്ള ക്യാബിനറ്റ് സമിതിയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ തീയതികൾ നിശ്ചയിച്ചത്. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 23-ന് ആരംഭിച്ച് മാർച്ച് 16-ന് അവസാനിക്കും. 23-ാം തീയതി ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് രാഷ്ട്രപതി പ്രണബ് മുഖർജി നയപ്രഖ്യാപന പ്രസംഗം നടത്തും. ഫെബ്രുവരി 25-ന് റെയിൽവേ ബജറ്റും 29-ന് പൊതു ബജറ്റും അവതരിപ്പിക്കും. Then we'll have railway budget on 25th. Then we'll have economic survey on 26th. Then 27th, 28th holidays because Saturday, Sunday. And 29th we are proposing to have budget. രണ്ടാം ഘട്ടം ഏപ്രിൽ 21 മുതൽ മെയ് 25 വരെ നടക്കും. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പായതിനാൽ സമ്മേളനം വെട്ടിച്ചുരുക്കുന്ന കാര്യം നേരത്തെ സർക്കാർ ആലോചിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ്, CPIM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സമ്മേളനം ചുരുക്കേണ്ടതില്ലെന്ന് സർവകക്ഷി യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. We have said that they should not curtail the parliament's time in any case. ചരക്ക് സേവന നികുതി ബിൽ പാസാക്കുന്നതിനാണ് ബജറ്റ് സമ്മേളനത്തിൽ സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നത്. എന്നാൽ രോഹിത് വെമുലയുടെ ആത്മഹത്യ, അരുണാചലിലെ രാഷ്ട്രപതി ഭരണം തുടങ്ങിയ വിഷയങ്ങൾ ബജറ്റ് സമ്മേളനത്തെ ബഹളത്തിൽ മുക്കാനാണ് സാധ്യത. M സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് എറണാകുളം ജില്ലയിലെ പര്യടനം തുടരുകയാണ്. പിറവത്ത് ഉജ്ജ്വല സ്വീകരണമാണ് ജാഥയ്ക്ക് ലഭിച്ചത്. അല്പസമയത്തിനകം ജാഥ കോതമംഗലത്ത് എത്തിച്ചേരും. തുടർന്ന് ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കും. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തി തിരിച്ചറിയൽ കാർഡ് നൽകാൻ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. കൊച്ചി റിഫൈനറിയിലെയും മറ്റ് വ്യവസായശാലകളിലെയും തൊഴിലാളികളുമായി അദ്ദേഹം സംവാദം നടത്തി. കൊച്ചി റിഫൈനറിയിലെയും സമീപത്തെ മറ്റ് വ്യവസായശാലകളിലെയും
ഇതര സംസ്ഥാന തൊഴിലാളികളുമായി നവകേരള മാർച്ച് നായകൻ പിണറായി വിജയൻ സംവദിച്ചു. താമസം, തൊഴിൽ സുരക്ഷ, ചികിത്സ തുടങ്ങിയ കാര്യങ്ങളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തൊഴിലാളികൾ വിശദീകരിച്ചു. क्योंकि हम लोग का कोई भी फैसिलिटी यहाँ पे नहीं मिलता है. हर कुछ का हम लोग का यहाँ आपका सहारा हम यूनियन भाई से लेते हैं हम लोग का. ജനറൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ മുൻ ജനറൽ സെക്രട്ടറി TG പ്രേംദാസ് പരിഭാഷപ്പെടുത്തി. ഒരേ തൊഴിലിന് ഭാഷ നോക്കി വിവിധതരം വേതന നടപ്പാക്കുന്ന കങ്കാണി സമ്പ്രദായം അവസാനിപ്പിക്കാൻ ഇടതുപക്ഷം നടപടി സ്വീകരിക്കുമെന്ന് മറുപടി പ്രസംഗത്തിൽ പിണറായി വിജയൻ വ്യക്തമാക്കി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്യാനും സംരക്ഷിക്കാനുമുള്ള നടപടി സംസ്ഥാന ഗവൺമെൻറ് തന്നെ സ്വീകരിക്കേണ്ടതാണ് എന്നാണ് ഞങ്ങൾ കാണുന്നത്. സാധാരണ നിലയ്ക്ക് ഇവിടെ നടപ്പിലുള്ള കൂലി ഈ തൊഴിലാളിക്ക് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. കങ്കാണി സമ്പ്രദായം അവസാനിച്ചതാണെങ്കിലും പുതിയ തരത്തിലുള്ള കങ്കാണിമാർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നത് സമൂഹം തന്നെ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാക്കാം, അതിന് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ചടങ്ങിൽ കൊച്ചി റിഫൈനറി വർക്കേഴ്സ് അസോസിയേഷന്റെ സിൽവർ ജൂബിലിയുടെ ലോഗോ അദ്ദേഹം പ്രകാശനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിനുള്ള 20-അംഗ ടീമിനെ പ്രഖ്യാപിച്ചു. മിഡ്ഫീൽഡറായ സിബിൻ ലാലാണ് ക്യാപ്റ്റൻ. ടീമിൽ 4 പുതുമുഖങ്ങളുണ്ട്. പരിചയസമ്പന്നതയ്ക്കാണ് ഇക്കുറി ടീമിൽ സ്ഥാനം. 20-അംഗ ടീം സന്തോഷ് ട്രോഫി കളിച്ച പരിചയസമ്പന്നരും അതില്ലാത്ത 4 പേരിൽ 2 പേർ ഐ ലീഗിൽ സാന്നിധ്യം അറിയിച്ചവരുമാണ്. ഗോൾ കീപ്പർമാരായി 3 പേർ ടീമിൽ ഇടം നേടി. പ്രതിരോധ മധ്യനിരയും മുന്നേറ്റ നിരയും ഏതു വെല്ലുവിളിയും നേരിടാൻ കഴിയുന്നതാണെന്ന് ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ചീഫ് കോച്ച് നാരായണ മേനോൻ പറഞ്ഞു. SPTയുടെ 9 താരങ്ങൾ ടീമിൽ ഇടം നേടിയപ്പോൾ KCBയിൽ നിന്നും ബെസേലിയസ് കോളേജിൽ നിന്നും 2 പേർ വീതം ടീമിൽ എത്തി. മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കേരളത്തിന് ഇക്കുറി കഴിയുമെന്ന് ക്യാപ്റ്റൻ ഷിബിൻ ലാൽ പറഞ്ഞു. ടീം കഴിഞ്ഞ വർഷം എല്ലാം കൂടി നല്ല പെർഫോമൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം അതേപോലെ തമിഴ്നാടാണ് ഒരു ടഫായിട്ടുള്ള ടീം. അപ്പോൾ അവരുടെ നാട്ടിൽ പോയിട്ട് അവർ കളിക്കാൻ കുറച്ച് ക്രൂഷ്യലാണ്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ്. ടീം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പം 2 പ്രാക്ടീസ് മാച്ച് കളിച്ചാലും നന്നായിട്ട് കളിക്കുന്നുണ്ട് ടീം. ഉദ്ഘാടന ദിവസം തന്നെയാണ് കേരളത്തിൻ്റെ ആദ്യ മത്സരം. ആൻഡമാൻ നിക്കോബറാണ് എതിരാളികൾ. തെലങ്കാനയും തമിഴ്നാടുമാണ് ഗ്രൂപ്പിലെ മറ്റംഗങ്ങൾ. മുൻ ചാമ്പ്യന്മാരായ കേരളത്തിൻ്റെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായുള്ള പ്രകടനം ശരാശരി മാത്രമാണ്. ഇക്കുറി അത് മാറ്റിയെഴുതുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ന്യൂസ് ബ്യൂറോ, കൊച്ചി.